ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു മരക്കൊമ്പ് യൂസ് ചെയ്തിട്ടുള്ള വാൾ ഡെക്കറാണ്. ഇതിൽ നമ്മൾ പെയിൻ്റ് ഒന്നും ചെയ്തെടുക്കുന്നില്ല. ഈ ഒരു വുഡിൻ്റെ നാച്ചുറൽ ബ്യൂട്ടി നിലനിർത്താൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് പോളിഷ് ചെയ്തെടുത്തതേ ഉള്ളൂ. അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത ബെലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇനി ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ആദ്യം ഒരു മരക്കൊമ്പ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം നീളവും വണ്ണവും ഒക്കെ ഉള്ള മരക്കൊമ്പാണിത്. ഇത് പകുതി ഡ്രൈ ആയിട്ടുള്ള മരക്കൊമ്പാണ്. ഇതിൻ്റെ തൊലി നമ്മളൊരു കത്തി ഉപയോഗിച്ചിട്ട് കളഞ്ഞെടുത്തിട്ടുണ്ട്. ഈ ഒരു കളർ തന്നെയാണ് നമ്മൾ ഈ ഒരു വുഡിന് നിലനിർത്തുന്നത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ വാർണിഷാണ് അടിച്ചു കൊടുക്കുന്നത്. യെല്ലോ വാർണിഷോ അല്ലെങ്കിൽ വൈറ്റ് വാർണിഷോ നമുക്കിവിടെ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വൈറ്റ് വാർണിഷാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. വാർണിഷ് അടിച്ചു കൊടുക്കുമ്പോൾ നമ്മുടെ വുഡിന് നല്ലൊരു ഷൈനിങ് കിട്ടും. അതുപോലെ തന്നെ ഇത് ഒരുപാട് കാലം നിലനിൽക്കുകയും ചെയ്യും. വാർണിഷ് അടിച്ചു കൊടുത്തിട്ട് നമ്മുടെ മരക്കൊമ്പ് നമ്മൾ നന്നാക്കി ഡ്രൈ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് ഒരു ജൂട്ടിൻ്റെ ത്രെഡാണ്. ഇതില്ലെങ്കിൽ നമുക്ക് കളറുള്ള ത്രെഡും യൂസ് ചെയ്യാം. ഞാനിവിടെ കുറച്ചുകൂടി നാച്ചുറൽ ബ്യൂട്ടി നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. നമ്മുടെ ഈ വുഡിൽ ചുറ്റി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ത്രെഡ് യൂസ് ചെയ്യുന്നത്. അതിനു മുമ്പേ ഒരു മാർക്കർ യൂസ് ചെയ്തിട്ട് നമ്മുടെ ഈ വുഡിനെ 4 ആക്കി ഡിവൈഡ് ചെയ്യണം. ഈ അടയാളപ്പെടുത്തിയിരിക്കുന്ന 4 ഭാഗങ്ങളിലാണ് നമ്മുടെ ഈ ജൂട്ട് നല്ല വണ്ണത്തിലാക്കി ചുറ്റിക്കൊടുക്കുക. ചുറ്റിക്കൊടുക്കുന്നതിന് മുമ്പേ ഈ ജൂട്ട് ത്രെഡ് നമ്മുടെ വുഡിൽ നന്നാക്കി ടൈറ്റാക്കി കെട്ടിക്കൊടുക്കണം. അങ്ങനെ ഈ ഒരു രൂപത്തിലാണ് നമ്മൾ ചുറ്റിയെടുത്തിട്ടുള്ളത്. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ നമ്മൾ ഇതുപോലെ തന്നെ ചെയ്തെടുക്കണം. ഇങ്ങനെ അവസാനത്തിൽ കെട്ടിക്കൊടുക്കുന്ന ഈ ഒരു ഭാഗം നമ്മുടെ വുഡിൻ്റെ പിൻവശത്തേക്കാക്കിയിട്ടാണ് വെച്ചു കൊടുക്കേണ്ടത്. പിന്നെ നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു ബ്ലാക്ക് കളർ ചാർട്ട് പേപ്പറാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഏത് കളറും യൂസ് ചെയ്യാം. ഒരു ഡാർക്ക് കളറായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ. ഇതിൻ്റെ ഒരു വക്കിൽ നമ്മൾ ഇതുപോലെ മടക്കിയെടുക്കണം. എന്നിട്ടൊരു കത്രിക എടുത്തിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക. നമ്മളൊരു ഹാർട്ടിൻ്റെ ചിഹ്നമാണ് ഉണ്ടാക്കിയെടുക്കുന്നത്. ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ നമുക്ക് എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അങ്ങനെ നമ്മൾ ഒരു ഹാർട്ടിൻ്റെ ഷേപ്പ് ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഉപയോഗിച്ചിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ. ഈ ഒരു ഹാർട്ടിനെ നമ്മൾ മടക്കിയിട്ട് ഇതുപോലെ തന്നെ വെച്ചിട്ട് അതിനനുസരിച്ച് നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇങ്ങനെ തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നമ്മൾ 20 ഹാർട്ടിൻ്റെ ഷേപ്പ് ഉണ്ടാക്കിയെടുക്കണം. അങ്ങനെ നമ്മൾ 20 ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ച് ഫോട്ടോസാണ്. ഇത് ഫോണിൽ നിന്ന് പ്രിൻ്റ് എടുത്ത ഫോട്ടോസാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ പഴയ ആൽബത്തിലുള്ള ഫോട്ടോസും എടുക്കാം. ഹാർട്ടിൻ്റെ ഷേപ്പിനകത്ത് കൊള്ളുന്ന രീതിയിലുള്ള ഫോട്ടോസാണ് നമുക്കിവിടെ വേണ്ടത്. ആൽബത്തിലുള്ള ഫോട്ടോസ് ആയിരിക്കുമ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. പക്ഷേ നമ്മളെടുത്ത് ഈ ഒരു പ്രിൻ്റഡ് ഫോട്ടോസ് ആയതുകൊണ്ട് നമ്മൾ ഓരോ ഫോട്ടോസിൻ്റെ ചെറിയ ചെറിയ ഭാഗങ്ങൾ മാത്രമായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. അങ്ങനെ നമ്മൾ ഹാർട്ടിൻ്റെ ഷേപ്പിലുള്ള ഒരു ഫോട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നമ്മുടെ ചാർട്ട് പേപ്പർ യൂസ് ചെയ്തിട്ടുള്ള ഒരു ഹാർട്ടിൻ്റെ ഷേപ്പിൽ ഇത് ഫെവിക്കോൾ യൂസ് ചെയ്തിട്ട് ഒട്ടിച്ചു കൊടുക്കണം. ഫോട്ടോയുടെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ഇതുപോലെ നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അങ്ങനെ നമ്മൾ പെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ 4 ഉണ്ടാക്കിയെടുക്കണം. ഇനി നമുക്ക് ആവശ്യമുള്ളത് കുറച്ചുകൂടെ വണ്ണം കൂടിയിട്ടുള്ള ജൂട്ട് ത്രെഡാണ്. ഇതില്ലെങ്കിൽ നമുക്ക് വണ്ണം കുറഞ്ഞിട്ടുള്ള ജൂട്ട് ത്രെഡും യൂസ് ചെയ്യാം. ഈ ഒരു ത്രെഡ് നമ്മൾ നേരത്തെ നമ്മുടെ വുഡിൽ ചുറ്റി കൊടുത്തിരിക്കുന്ന ഓരോന്നിനും മേതെയായിട്ട് ഹാങ്ങിങ് ചെയ്ത പോലെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് കെട്ടിക്കൊടുക്കുക. നമ്മൾ ഈ ഒരു രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. പിന്നെ നമുക്ക് ആവശ്യമുള്ളത് ഇതുപോലത്തെ കുറച്ച് ബീഡ്സാണ്. നമുക്ക് കളർഫുൾ ആയിരിക്കുന്ന ബീഡ്സും യൂസ് ചെയ്യാം. എൻ്റെ ജൂട്ട് ത്രെഡ് കുറച്ച് വണ്ണം ഉള്ളതുകൊണ്ടാണ് ഇത്രയും വലിയ ബീഡ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമ്മൾ ഹാങ്ങിങ് ചെയ്തിരിക്കുന്ന ജൂട്ട് ത്രെഡിൽ ഏറ്റവും മുകൾ ഭാഗത്തും താഴ്ഭാഗത്തുമായിട്ട് ഇത് കോർത്തുകൊണ്ട് കെട്ടിക്കൊടുക്കണം. ഈ ഒരു രീതിയിലാണ് നമ്മുടെ ബീഡ് നമ്മൾ കെട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ ഫോട്ടോസും ചാർട്ട് പേപ്പറും ഒക്കെ നമ്മൾ ഇതുപോലെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചു കൊടുക്കുക. ഇങ്ങനെ ഓരോ ഹാങ്ങിങ്ങിലും നമ്മൾ ഇതുപോലെ റിപ്പീറ്റ് ചെയ്ത് കൊടുക്കുക.
ഹാങ്ങിങ്ങിൻ്റെ തുടക്കത്തിൽ നമ്മൾ ഈ ഒരു ബീഡ് കോർത്ത് കെട്ടിക്കൊടുത്ത പോലെ തന്നെ എല്ലാത്തിൻ്റെയും അവസാനത്തിലും നമ്മൾ ബീഡ് കോർത്ത് കൊടുത്ത് കെട്ടിക്കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഗിൽറ്റ് പേപ്പറാണ്. നമ്മുടെ ചാർട്ട് പേപ്പർ ഉപയോഗിച്ചിട്ടുള്ള ഹാർട്ടിൻ്റെ ചിഹ്നത്തിൽ നമുക്ക് ഇത് ഉപയോഗിച്ചിട്ട് ഓരോ അക്ഷരങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഇത് ഓപ്ഷണലാണ്. ഇതിന് പകരം നമുക്ക് പെയിൻറ് ഉപയോഗിച്ചിട്ടും അക്ഷരങ്ങൾ എഴുതിയെടുക്കാം. അല്ലെങ്കിൽ കുറച്ച് ഷൈനിങ്ങുള്ള എന്തെങ്കിലും പേപ്പേഴ്സും കാര്യങ്ങളും ഉപയോഗിച്ചിട്ടും നമുക്കിതുപോലെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ ഓരോ ഹാർട്ടിൻ്റെ പേപ്പറിലും ഇങ്ങനെ ഓരോ അക്ഷരങ്ങളായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വാൾ ഡെക്കറിൻ്റെ വർക്ക് ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത് വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് തയ്യാറാക്കാൻ പറ്റും. എന്തെങ്കിലും സംശയങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ചോദിക്കാം, അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ജോഹാസ്വേൽ ചോദിക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഈ മറ്റൊരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.